നമസ്കാരം. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ ഷുഐബ് മാലിക്കുമായി ഇന്ത്യൻ ടെന്നീസ് താരം സാനിയ മിർസ വേർപിരിയാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ച പിതാവ് ഇമ്രാൻ മിർസ. സാനിയ മിർസയുമായി ഔദ്യോഗികമായി വേർപിരിഞ്ഞിട്ടാണോ ഷുഐബ് മാലിക് വീണ്ടും വിവാഹിതനായത് എന്ന ചോദ്യത്തിന് മറുപടി നൽകവെയാണ് സാനിയയുടെ പിതാവ് ഇമ്രാൻ മിർസ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. വിവാഹമോചനത്തിന് മുൻകൈയെടുത്തത് സാനിയ തന്നെയാണെന്നും മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടുന്നതിനുള്ള ഖുൽആ നിയമപ്രകാരമാണ് സാനിയ തീരുമാനമെടുത്തതെന്നും ഇമ്രാൻ മിർസ വാർത്താ ഏജൻസിയായ PTIയോട് പ്രതികരിച്ചു. ഷുഐബ് മാലിക് മൂന്നാം തവണയും വിവാഹിതനായ വാർത്തകളും ചിത്രങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ ഷുഐബും സാനിയയും ഔദ്യോഗികമായി വേർപിരിഞ്ഞോ എന്ന ചോദ്യം ആരാധകർ ഉയർത്തിയിരുന്നു. ഇമ്രാൻ മിർസയുടെ പ്രതികരണത്തോടെ സാനിയയും ഷുഐബും ഔദ്യോഗികമായി വേർപിരിഞ്ഞു എന്ന വാർത്തകൾക്കും സ്ഥിരീകരണമായിരിക്കുകയാണ്. ഇന്നലെ ഷുഐബ് മാലിക് സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വിവാഹ ചിത്രങ്ങളിലൂടെയാണ് ആരാധകർ താരത്തിന്റെ വിവാഹ വാർത്ത അറിഞ്ഞത്. പാക് നടി സന ജാവേദിനെയാണ് മാലിക് വീണ്ടും വിവാഹം കഴിച്ചത്. മാലിക്കിന്റെ മൂന്നാം വിവാഹവുമാണിത്. സന ജാവേദിന്റെ രണ്ടാം വിവാഹവുമാണിത്. 2020 പാക് ഗായകൻ ഉമേർ ജസ്വാളിനെ സന വിവാഹം കഴിച്ചിരുന്നു. വിവാഹ വാർത്തയ്ക്ക് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ സന ജാവേദ് പ്രൊഫൈൽ പേര് സന ഷുഐബ് മാലിക് എന്നാക്കുകയും ചെയ്തു. പാക് നടി സന ജാവേദുമായി വിവാഹിതനായ വിവരം മാലിക് തന്നെയാണ് സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. സനയുമായി മാലിക് ഡേറ്റിംഗിലാണെന്ന് നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. 2010 സാനിയയും ഷുഐബും വിവാഹിതരാവുന്നത്. ഈ ബന്ധത്തിൽ ഇവർക്കൊരു കുട്ടിയുണ്ട്. കുറച്ചു കാലമായി ഇരുവരും പിരിഞ്ഞാണ് താമസിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ വർഷം ദുബായിൽ സാനിയയും മാലിക്കും മകൻ ഇർസാന്റെ ജന്മദിനം ആഘോഷിക്കാനായി ഒരുമിച്ചപ്പോൾ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നായിരുന്നു ആരാധകർ കരുതിയിരുന്നത്. മാലിക്കും സാനിയയും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെന്ന വാർത്തകൾ നേരത്തെ ഇരുവരും നിഷേധിക്കുകയായിരുന്നു. എന്നാൽ മുമ്പ് പലപ്പോഴും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ സാനിയ ഷുഐബുമായുള്ള ബന്ധത്തിലെ വിള്ളലുകളെക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു. 2 ദിവസം മുമ്പ് സാനിയ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറിയും വിവാഹ ജീവിതത്തെക്കുറിച്ചായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സാനിയ ടെന്നീസ് കരിയർ അവസാനിപ്പിച്ചത്. ഇതിനുശേഷം സാനിയയുടെ പല പോസ്റ്റുകളിലും വിവാഹമോചനത്തിന് സൂചനകളുണ്ടെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. 2022 മുതൽ ഇരുവരും തമ്മിൽ അകൽച്ചയിലാണെന്നും വിവാഹമോചനത്തിന് തയ്യാറെടുക്കുന്നതായി അഭ്യൂഹം ഉയർന്നിരുന്നു. 2010 ഏപ്രിലാണ് മാലിക്കും സാനിയ മിർസയും തമ്മിൽ വിവാഹിതരായത്. മതാചാരങ്ങൾ പ്രകാരം ഹൈദരാബാദിൽ വെച്ചായിരുന്നു വിവാഹം. പിന്നീട് ഇരുവരും ദുബായിൽ താമസിക്കുകയായിരുന്നു. 2018 ഇരുവർക്കും മകനായ ഇഷാൻ ജനിച്ചു. ഇതിനുശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തി. നിലവിൽ സാനിയയ്ക്കൊപ്പമാണ് മകനുള്ളത്. മാലിക്കുമായി വേർപിരിയുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ സാനിയയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിരുന്നു. വിവാഹം ബുദ്ധിമുട്ടാണ്, വിവാഹമോചനവും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക. പൊണ്ണത്തടി ബുദ്ധിമുട്ടാണ്, അതുപോലെ ഫിറ്റായിരിക്കുക എന്നുള്ളതും ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക. കടക്കണിയിലാകുന്നത് ബുദ്ധിമുട്ടാണ്, അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതും ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക. ആശയവിനിമയം ബുദ്ധിമുട്ടാണ്, അതുപോലെ ആശയവിനിമയം നടത്താത്തതും ഏറ്റവും ബുദ്ധിമുട്ടേറിയത് തിരഞ്ഞെടുക്കുക. ജീവിതം ഒരിക്കലും എളുപ്പമല്ല, അതെപ്പോഴും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം തിരഞ്ഞെടുക്കാം, പക്ഷേ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക എന്നായിരുന്നു സാനിയ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിനെ വിവാഹമോചനം ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഖുൽആ. പുരുഷന്മാർ വിവാഹബന്ധം അഥവാ നിക്കാഹ് വേർപെടുത്തുന്നതിന് ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം തലാഖ് ചൊല്ലുമ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ മാത്രം വിവാഹമോചനം ലഭിക്കുന്ന രീതിയാണ് ഖുൽആ. വരൻ നൽകിയ മഹർ തിരികെ നൽകിയാണ് ഇവിടെ ഖുൽആ അനുവദിക്കുന്നത്. ഇത്തരത്തിൽ ഖുൽആ വഴി വിവാഹമോചനം നേടിയതിന് പിന്നാലെയാണ് ഷുഐബ് മാലിക് പാക് നടി സന ജാവേദിനെ വിവാഹം കഴിച്ചത്. മാലിക് തന്നെയാണ് ഈ വിവരം തൻ്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത്.